ുന്ന ഒരു ഇടം കൂടിയാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. രാഹുൽ ജിനാഥ്, ഹാപ്പി ഓണം. ഇപ്പൊ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ? വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ, നേരത്തെ പ്രതീഷ് കൈപ്പള്ളി സൂചിപ്പിച്ചതുപോലെ കണ്ടോണം, വന്നോണം, കേട്ടോണം എന്നൊക്കെ ഒന്നിച്ചോണം എന്നൊക്കെ പറയുന്ന എല്ലാം ഇവിടെ കാണാം. സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. നിരവധി ഭക്തജനങ്ങൾ അവരുടെ ഓണം തുടങ്ങാൻ വേണ്ടി ഇവിടെ എത്തി. അതിന് തുടക്കം കൊടുക്കാൻ വേണ്ടി പത്മനാഭനെ കണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ചേട്ടാ, തിരുവോണം ഹാപ്പി. തിരുവോണം ഫോട്ടോ ആണ്. ഫാമിലി മുഴുവനുണ്ട്. ഫാമിലി എല്ലാവരും ഉണ്ട്. ആണോ ഓണം തുടങ്ങുക? തിരുവനന്തപുരത്തുകാരുടെ ഓണമാണ്. പക്ഷെ തിരുവനന്തപുരത്തുകാരുടെ ഉള്ളത് ഇതാരൊക്കെയാ? ഇത്തവണ ആഘോഷിക്കുന്നത് തിരുവനന്തപുരത്താണ്. എറണാകുളത്തും തിരുവനന്തപുരം ആഘോഷിക്കാൻ വേണ്ടിട്ട് വന്നു. ഇഷ്ടമായി. തിരുവനന്തപുരം കണ്ടു. തന്തന താനാനേ തന്തന താനാനേ തന്തന താനാനേ തന്തന താനാനേ. ഓണം വന്നു, ഓണം വന്നു, ഓണം വന്നു, ഇന്നെന്റെ മുറ്റത്തും ഓണം വന്നു. ഓണക്കൊടിയിൽ ഒരുങ്ങിയിറങ്ങി ഞാൻ ഓണത്തിൻ പൂക്കളം ഒരുക്കിയിടാൻ, ഓണത്തിൻ പൂക്കളം ഒരുക്കിയിടാൻ. ഓണം വന്നു, ഓണം വന്നു, ഓണം വന്നു, ഇന്നെന്റെ മുറ്റത്തും ഓണം വന്നു. ഓണക്കൊടിയിൽ ഒരുങ്ങിയിറങ്ങി ഞാൻ ഓണത്തിൻ പൂക്കളം ഒരുക്കിയിടാൻ, ഓണത്തിൻ പൂക്കളം ഒരുക്കിയിടാൻ. ഓണപ്പൂവിളി കേൾക്കുന്ന നേരം താളത്തിൽ കൈകൊട്ടി പാട്ടുപാടാം. ഓണപ്പൂവിളി കേൾക്കുന്ന നേരം താളത്തിൽ കൈകൊട്ടി പാട്ടുപാടാം. പൊന്നോണപ്പൂവേ പൊന്നോണപ്പൂവി പൊന്നോണ നാളിൽ പൂവിൻ കൂടാകൾ നിറച്ചു തരൂ. മോനെ പേരെന്തുവാ? ഹരിഗോവിന്ദ്. ഓക്കെ, അപ്പൊ ഓണപ്പാട്ട് എന്ന് പഠിച്ചതാ? അത് കുറച്ചു നാൾ മുമ്പ് പഠിച്ചതാ. അപ്പൊ അടുത്ത പാട്ടുകൾ പാടി എറണാകുളം തിരുവനന്തപുരത്ത് പാടണം കേട്ടോ. ശരി. അപ്പൊ ശരി. അമ്മ എഴുതിയ പാട്ടാണ്. ആര്? അമ്മ എഴുതിയ പാട്ടാണോ? പാട്ട് എഴുതുമോ? ചോറ്റാനിക്കര ഹയർ സെക്കൻഡറി ടീച്ചറാണ്. പാട്ടാണ് പാടുന്നത് അല്ലേ? എന്തായാലും സന്തോഷം തിരുവനന്തപുരത്തേക്ക് വന്ന് ഓണം ആഘോഷിച്ചതിൽ. ശരി. അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കാരണം അമ്മ എഴുതിയ പാട്ട് മകൻ പാടുകയാണ്. അത് എറണാകുളത്ത് നിന്ന് ഓണം ആഘോഷം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. പത്മനാഭനെ കാണാൻ, ആ വലിയ പൂക്കളം കാണാനൊക്കെ ആളുകളെത്തി. വലിയ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പ്രജീഷ്.